ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഈവനിങ് സ്നാക്സ് രണ്ട് കാര്യവും ഒറ്റയടിക്ക് നടക്കും. നോക്കിയാലോ? അപ്പം നമ്മളിന്ന് അലു പറാത്തയാണ് രാവിലെ തന്നെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചപ്പാത്തി മാവ് എങ്ങനെയാണോ നമ്മൾ തയ്യാറാക്കുന്നത്, സാധാരണ എല്ലാ വീടുകളിലും ചപ്പാത്തി ഉണ്ടാക്കാറുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ചപ്പാത്തി മാവ് എങ്ങനെ തയ്യാറാക്കുന്നെങ്കിൽ അതുപോലെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മുടെ ആട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും ഇത്തിരി വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. കുഴിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി രുചി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വെണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് അലു പറാത്തയ്ക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തോളുക. 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ വലിപ്പമൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനെ ഒന്ന് വേവിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സവോള, ഒരു സവോള എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തോളുക. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി, ചിലർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തോളുക. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളക്, അത് എരിവിന് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ മസാല പൂർത്തിയാക്കാനായിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചാറ്റ് മസാല ചേർത്താലും മതി, ഓരോ ടേസ്റ്റ് പോലെ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ച്, കൈകൊണ്ടാവാം അല്ലെങ്കിൽ ഒരു കുഞ്ഞു തവി എടുത്തിട്ടാണെങ്കിലും എങ്ങനെയാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ മാവ് കുറച്ച് എടുത്തോളുക. അത് ഒരുപാട് നൈസാക്കരുത്, നൈസായിട്ട് പരത്തരുത്, അത്യാവശ്യം കട്ടിക്ക് വേണം പരത്താനായിട്ട്. ഇത്രയും പരത്തണമെന്ന് പോലും ഇല്ല കേട്ടോ. ഇങ്ങനെ പരത്തിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് എടുത്ത്, അത് ഒരു സ്പൂണോ ശകലം മതിയാവും, അതെടുത്ത് ഇതിലോട്ട് വെച്ച് കൊടുത്തോളുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി അതിനെ ഒന്ന് ഫുൾ കവർ ചെയ്തോളുക. അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പവഴിയാണ്, 2 ചപ്പാത്തി എടുത്ത് നന്നായിട്ട് പരത്തിയിട്ടുണ്ടല്ലോ, ഒരു ചപ്പാത്തിയുടെ മേലെ കുറച്ച് മിക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ മറ്റേ ചപ്പാത്തിയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് പരത്തി എടുത്താലും മതിയാവും. അതൊരു എളുപ്പവഴിയാണ്. ഇത്തിരി കട്ടി കൂടി അങ്ങ് ഇരിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, പറാത്തയ്ക്ക് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ഇതാണേലും കുഴപ്പമില്ല, ഇങ്ങനെ നമുക്ക് ചെയ്യാം. 2 രീതിയിലും ചെയ്യാവുന്നതാണ്. എന്നിട്ട് പിന്നെ ഒരുപാട് പ്രസ് ചെയ്യേണ്ട, കാരണം അത് വെളിയിൽ പോകും നമ്മുടെ പൊട്ടറ്റോയുടെ മിക്സ് എല്ലാം കൂടെ. അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ ഒത്തിരി പ്രസ് ചെയ്യാതെ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടൊന്ന് നന്നായിട്ട് പരത്തിയെടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് പൊടി വേണമെന്നുണ്ടെങ്കിൽ മേലെ താഴെയൊക്കെ ഇട്ട് കൊടുത്തോളുക, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അപ്പം ഇതാണ്, എനിക്ക് തോന്നുന്നു ഇതാണ് എളുപ്പവഴി. ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. മറ്റേ രീതിയിലും ചെയ്യാവുന്നതായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് മറ്റേ രീതി ചെയ്യുന്നത് എന്തോ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം അതെ, നമ്മുടെ തവ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി വെണ്ണയോ നെയ്യോ അല്ലെങ്കിൽ സാധാരണ എണ്ണ, ഞാനിവിടെ സാധാ വെളിച്ചെണ്ണയാണ് ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇനിയിപ്പോൾ എണ്ണ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ അതും നോക്കണമല്ലോ, അങ്ങനെയും ചെയ്യാമല്ലോ. അപ്പോൾ എണ്ണ വേണമെന്നൊന്നുമില്ല, സാധാരണ രീതിയിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചുകൂടി ഇത്രയും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കറിയായിട്ട് പ്രത്യേകിച്ച് വേണമെന്നൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അച്ചാറുകളൊക്കെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തൈരും കുക്കുമ്പറും ജീരകവും ഒക്കെ ഇട്ടിട്ട് ഒരു റേത്ത ഉണ്ടാക്കും, അത് നല്ല ടേസ്റ്റാണ്, അതാണ് ഉപയോഗിക്കാറ്. ഇനിയിപ്പോൾ അതിൻ്റെ മസാല മിക്സ് നമുക്ക് കുറച്ച് മിച്ചം വന്നിട്ടുണ്ട്, അത് കളയാൻ പറ്റത്തില്ലല്ലോ. വെറുതെ ചോറിനൂടെ കഴിക്കാൻ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു പൊട്ടാറ്റോ ബോൾസ്, ആലു ബോണ്ട ഉണ്ടാക്കത്തില്ലേ. അപ്പോൾ ഞാൻ അത്ര വലിപ്പത്തിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ചെറുതായിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ, കുഞ്ഞായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മസാല മിക്സിൻ്റെ വന്നിരിക്കുന്ന എല്ലാം കൂടെ ചെറിയ കുട്ടി ബോളുകളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ബേസൻ പൗഡർ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇത്തിരി ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് ഇത്തിരി അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ടേബിൾ സ്പൂണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടെ ചേർത്തു, കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലൊരു തിക്ക് പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് ഓരോ ബോളുകൾ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ബോളുകളായിട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യം വരില്ല, അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്തത്. അതുമല്ല ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, ഇത്ര എണ്ണെന്നും പറഞ്ഞിട്ട് അവർക്ക് എണ്ണത്തിനാണല്ലോ കണക്ക് വരുന്നത്, വലിപ്പത്തിനല്ലല്ലോ. ഇല്ലെന്നല്ല, വലിപ്പത്തിനുണ്ട്, എന്നാലും എണ്ണമാണല്ലോ അവർ കൂടുതലും നോക്കണേ. അപ്പോൾ അതും ഒരു കണക്കിന് നല്ലതാണേ. എന്തായാലും ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അലു ബോണ്ടയും അലു പറാത്തയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ്, വലിയ പണിയൊന്നും ഉള്ള കേസൊന്നും അല്ല. അപ്പം പറഞ്ഞ പോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ, മറക്കല്ലോ കേട്ടോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.